ഹലോ ഹലോ. എന്താ വിളിക്കാത്ത ഇങ്ങനെ വിചാരിച്ച് നിൽക്കാൻ ഞാന്. മിസ് കോൾ ഇങ്ങനെ അടിക്കും. അനക്കെന്താന്ന് വിളിച്ചാല്? വീട്ടിലൊരു സൗകര്യം കിട്ടണ്ടേ? നിങ്ങളെ മാതിരി പുറത്തിറങ്ങി എനിക്ക് നടക്കാൻ പറ്റുമോ? നിങ്ങക്കെന്താ ഇടയ്ക്കൊന്ന് ഇങ്ങോട്ട് വിളിച്ചാല് പൈസ തീരുന്നുള്ള പേടിയല്ലേ? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു നോക്കീണ്, എപ്പോഴും സ്വിച്ച് ഓഫ് അല്ലേ. മനസ്സിനൊരു സുഖവും ഇല്ല ഈ വിളിക്കാത്തോണ്ട്. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. അന്റെ മുഖം ഇങ്ങനെ മനസ്സിൽ കാണുക. അത് നിങ്ങൾ എന്നെ കണ്ടുക്കണോ? ഒരു ഊഹം വെച്ച് ഇങ്ങനെ കിനാവ് കാണാറുണ്ട്. എന്നും കുൽസുവിന്റെ മരമോന്തല്ലേ കാണുന്നത്, അതിന്നൊരു വെറൈറ്റി വേണ്ടേ? നിങ്ങക്ക് കുൽസുവിന് ഇഷ്ടല്ലേ? എനിക്കോളെ കണ്ണിന്റെ നേരെ കണ്ടൂടാ. ഏത് സമയത്തും ഇന്നെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കും. വൃത്തിയും വെടുപ്പില്ലാത്തൊരു സാധനം. തിന്ന് മുടിക്കാനല്ലാതെ വേറൊരു കാര്യത്തിന് ആ ജന്തുവിനെ പറ്റൂല. വല്ലാത്ത ജാതി. അന്നെ കെട്ടണതിന് മുമ്പ് ആ കാട്ടുകുരങ്ങിനെ ഞാൻ തൊലാക്കിയല്ലോ. അങ്ങനെ വേണം. നമുക്കിടയിലെ വേറൊരാള് വേണ്ട. എനിക്ക് അന്നെ ഒന്ന് കാണാൻ പൂതിണ്ടായിരുന്നു. ഈ എവിടെ ഉള്ളത്? തിരക്കൂട്ടണ്ട, കാണാ. പക്ഷേ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങക്ക് ഇഷ്ടക്കേടാവുവോ? ഇല്ല, ഈ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കേക്കാം. നിങ്ങൾ ആൾക്കാരിടയിൽ സംസാരിക്കുമ്പോ ഒരു ലൈസൻസ് ഇല്ലാതെയാണ് സംസാരിക്കണത്. എല്ലാരും വെറുപ്പിക്കണ സംസാരം. അതൊന്ന് മാറ്റിക്കൂടെ ഇങ്ങക്ക്? അതെല്ലാരും പറയണുണ്ട്. അതിന്റെ പേരില ഞാനും കുൽസു എന്നും അടികൂടല്. ഞാനാണെങ്കിൽ പോയിന്റ് മാത്ര പറയല്. പക്ഷെ ആൾക്കാർക്ക് പറ്റണില്ല. ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്കാണെങ്കിൽ തൊള്ളയിൽ വരുന്നത് പറയാതിരിക്കാനും കഴിയൂല. നമ്മുടെ കല്യാണം നടക്കണമെങ്കില് അതൊക്കെ മാറ്റണം. മാറ്റാൻ കഴിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോളി, ഞാൻ എന്റെ പാട്ടിന് പോവും. വേണ്ട, മാറ്റാൻ കഴിയൂ, ഞാൻ മാറ്റിക്കോളാം. നല്ല കുട്ടി. ആൾക്കാരിടയിലെ നിങ്ങളൊന്നും മുണ്ടണ്ട. വീട്ടില് കുൽസുത്താനോടും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാ മതി. പിന്നെ വീട്ടിൽ നിങ്ങൾ കാണിക്കുന്ന ദേഷ്യണ്ടല്ലോ, സാധനങ്ങളൊക്കെ എടുത്തെറിയുന്ന തരത്തിലുള്ള ദേഷ്യം, അതൊക്കെ ഒഴിവാക്കണം. ദേഷ്യം ഒഴിവാക്കിയ ഒരു സുഖം കിട്ടൂല. വല്ലാതെ ദേഷ്യം വരുമ്പോ ഒരു മുളകെടുത്ത് കടിച്ചു തിന്നാ മതി. എന്നാലും ഒന്നും പറയരുത്. അതാണ് നല്ല മനുഷ്യന്മാരുടെ ലക്ഷണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, സംസാരിക്കല് വെള്ളിയാണെങ്കില് സംസാരിക്കാതിരിക്കല് പൊന്നാണെന്ന്? ഇന്നു മുതല് നിങ്ങൾ പൊന്നാവണം. എന്താ, പറ്റൂലേ? ഞായറാഴ്ച ദേഷ്യം പിടിച്ചൂടെ? എന്താ ഞായറാഴ്ച പ്രത്യേകത? അല്ല, അന്നൊരു 70 ദിവസമാണല്ലോ. ആയിക്കോട്ടെ, പക്ഷേ ഒരു മാസത്തിനുള്ളിൽ അത് മാറ്റണം. സമ്മതിച്ചു. വീട്ടിൽ ഞാൻ ദേഷ്യം പിടിക്കണില്ല. അതൊക്കെ കൂടി ചന്തയിൽ ഞാൻ പോത്തിനെ കൊള്ള തീർത്തോളാം. പഠിച്ചോനെ, നേരം പോയതറിഞ്ഞില്ല. എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ. വെക്കല്ലേ, ഒരു കാര്യം കൂടി പറയാണ്ട്. ഛേ, ഒന്ന് ഹരം പിടിച്ച് വന്ന പോലെ തന്നെ കട്ടാക്കി. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എന്തേ, മുറ്റത്തിന്റെ അളവെടുക്കുക? ഇങ്ങോട്ട് കേറുന്നില്ലേ? സംസാരിക്കല് വെള്ളിയാണെങ്കിലേ സംസാരിക്കാതിരിക്കല് പൊന്നാ കുൽസോ. അതുകൊണ്ട് ഞാനൊന്നും മുണ്ടണില്ല. പല്ലുവേദന ഉണ്ടാവും, അതാ മിണ്ടാത്ത്. പല്ലുവേദന? എന്റെ വീട്ടിൽ നിങ്ങൾ കാണിക്കുന്ന ദേഷ്യം ഉണ്ടല്ലോ, സാധനങ്ങളൊക്കെ എടുത്തെറിയുന്ന തരത്തിലുള്ള ദേഷ്യം, അതൊക്കെ ഒഴിവാക്കണം. ഞാൻ പറയണില്ലൊന്നും. ഈ വിചാരിക്കണുണ്ടാവും ഇതൊക്കെ എനിക്കാരോ ഫോൺ ചെയ്ത് പറഞ്ഞു തന്നതാണെന്ന്. ഇങ്ങക്ക് ഫോൺ ചെയ്യണ്? നിങ്ങളെ ചേലും കോലും കണ്ട ഇങ്ങക്ക് ആരാ ഫോൺ ചെയ്യാ? ഇതൊക്കെ അടുത്ത ഞായറാഴ്ച ആവട്ടെ, ഇതിനൊക്കെ ബാക്കി ഞാൻ അന്ന് തരാം. ഞായറാഴ്ച? ഞാൻ നിങ്ങളെ കൊറേ ഞായറാഴ്ച കണ്ടതാ. കുൽസവും ഉണ്ടാതെന്നട്ടോ, എനിക്ക് ഇന്നെ തന്നെ പിടിച്ചിട്ട് കിട്ടണില്ല. ഉത്തരം മുട്ടിയപ്പം ഒന്നും പറയാൻ കിട്ടാതെ കിടന്ന് പരുങ്ങല്ലേ? കുൽസവും വല്ലാതെ ദേഷ്യം വരുമ്പോ ഒരു മുളകെടുത്ത് കടിച്ചു തിന്നാ മതി. ഞാൻ കാണിച്ചു തരാടി. മമ്മൂഞ്ഞന്റെ പഴയ സ്വഭാവം കണ്ടുള്ളൂ. പുതിയ മമ്മൂഞ്ഞനെ കാണാൻ പോണുള്ളൂ. എവിടെ പച്ചമുളക്? വല്ലാത്ത ജാതി. തിന്നോ, അടുത്ത ഞായറാഴ്ച ആട്ടെ, കാണിച്ചു തരാം.
വല്ലാത്ത ജാതി. എന്താ എന്താ നിങ്ങക്ക് പറ്റിയേ? എന്തിനാ മുളകൊക്കെ തിന്നണേ? വെള്ളം വേണോ? കുൽസോ പോ പോ പോ. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ പിരാന്ത് കണ്ടിക്കണ പണിയല്ല എനിക്ക്. അല്ല പിന്നെ പിരാന്തന്റെ എന്തൊരു സാധനം ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? എന്റെ റബ്ബേ. ജി പറഞ്ഞത് ശരിയാട്ടോ. പച്ചമുളക് തിന്നാ പിന്നെ ദേഷ്യം പിടിക്കാൻ സമയം കിട്ടൂല. വല്ലാത്ത ജാതി. എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. വെക്കല്ലേ വെക്കല്ലേ, എനിക്ക് കൊറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വേണ്ട 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 വേണ്ട, ഞാൻ അർജന്റ് കാലി കച്ചവടത്തില്ല. വേണ്ട വേണ്ട.